പിന്നെ ഞാൻ പറ ആ ആ കുട്ടികളെ ഇന്നൊരു കൊളാഷ് ചെയ്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടെ ഒരു സമ്മാനം നൽകിയപ്പം എന്താ ടീച്ചറിന് തോന്നിയ ഫീലിംഗ്? ആ മിഴികൾ നിറയുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. ഞാന് എനിക്ക് എന്താ പറയാ, അത് അന്നേരം ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളെങ്ങനെ പറഞ്ഞാലും എങ്ങനെ എക്സ്പ്രസ് ചെയ്താലും അതൊന്നും നമുക്ക് പറ്റത്തില്ല. അതൊക്കെ വേറെ. ഒത്തിരി സന്തോഷം തോന്നിയോ? അയ്യോ കൊള്ളാം. നമുക്ക് എല്ലാ വർഷവും നമുക്ക് സന്തോഷം തന്നെ മോനെ. പക്ഷെ ഓരോ സന്തോഷങ്ങളും അതിൻ്റെതായ ഒരു മേന്മയുണ്ട്. കാരണം ആ കാലത്തിൻ്റെതാകാം, ആ സമയത്തിൻ്റെതാകാം, അതിനനുസരിച്ചൊരു വ്യത്യാസം എന്തായാലും ഉണ്ട്. നമ്മൾ പണ്ട് സ്വീകരിച്ചതും പണ്ട് നമ്മളെ സ്നേഹിച്ചതും അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ സ്നേഹം കാണുമ്പോഴും എന്തൊക്കെയോ അധികം അല്ലേ? തീർച്ചയായും അതങ്ങ് കുന്നോളമായി, എന്റെ ഹൈറ്റിനും അപ്പുറമായി. അപ്പൊ ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ അതിൽ പങ്കുകൊണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും കേട്ടോ. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ഇടമെന്ന് പറയുന്നത് മറ്റൊരാളുടെ ഹൃദയമാണ്. മറ്റൊരാളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും ഇങ്ങനെ മുന്നോട്ട് പോകുവാൻ നമ്മളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്ന, നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രിയാത്മകമാക്കി മാറ്റുന്ന സുപ്രധാന ഘടകം. അധ്യാപന ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ മിഴികളെയൊക്കെ ഈറനണിയിക്കുന്ന ചില മുഹൂർത്തങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിലേറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൊന്ന് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലും അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാകുമ്പോഴാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു ക്രിസ്മസ് ഫ്രണ്ടിനെ നമ്മളെടുത്തു. അത് മാത്രമല്ല, Teaching creates all other professions and it's a social engineering process. നമ്മുടെ കൺമുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ ആരായിത്തീരും അല്ലെങ്കിൽ എന്തായിത്തീരും എന്നുള്ളത് ആർക്കാ പ്രവചിക്കാൻ കഴിയുക? We deal with human beings, not mere machines. ഓരോ ക്ലാസ് മുറികളും വലിയൊരു അനന്ത സാധ്യതയാണ് നമ്മുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്നത്. നമ്മുടെ കൺമുന്നിലിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഭാവിയുടെ വലിയ വാഗ്ദാനങ്ങളാണ്. നാളെ ഒരു സമയത്ത് നമ്മളെക്കാളുമൊക്കെ ഒരുപാട് ഉയരങ്ങളിലും വലിയ വലിയ സ്ഥാനമാനങ്ങളിലുമൊക്കെ ആയിത്തീരേണ്ട ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഓരോ ക്ലാസ് മുറിയിലും നമുക്കുണ്ടായിരിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു വ്യക്തി ആരാ എന്നൊക്കെ.
ഇങ്ങനെ മിഴിപൂട്ടി നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധന് ബോധിവൃക്ഷത്തിനരികിലിരുന്നപ്പോൾ കിട്ടിയ ഒരു ബോധോദയം നമ്മുടെ ഉള്ളിലുമുണ്ടാകും, ഒരുതരം എപ്പിഫനി. അതെ, നമ്മുടെ ഹൃദയത്തെ തൊട്ട, നമുക്ക് സ്നേഹം നൽകിയ, നമ്മളെ ഒത്തിരി സ്നേഹിച്ച ചില അധ്യാപകരെയല്ലേ നമുക്ക് മറക്കാൻ കഴിയാതെ പോകുന്നത്. പ്രിയപ്പെട്ട റൂബി ടീച്ചറെ, ഇന്ന് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഞാൻ ആ ക്ലാസ്സിലേക്ക് വന്ന് ഈ വീഡിയോ പകർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ടീച്ചറിന് തന്ന സമ്മാനത്തെ കണ്ട് ടീച്ചറിൻ്റെ മിഴികൾ നിറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരുടെയും സ്നേഹം ലഭിക്കാത്ത കുട്ടി ആരെയും സ്നേഹിക്കില്ല. ആരുടെയും ചുംബനം ലഭിക്കാത്ത കുട്ടി ആരെയും സ്നേഹത്തോടെ ചുംബിക്കുകയില്ല. ആരും തമാശകൾ പറയാത്ത ഒരാൾ മറ്റൊരാളോട് എങ്ങനെയാണ് തമാശകൾ പറയുക? ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതിൽ നിന്ന് മാത്രമേ മറ്റൊരാൾക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ഭൂമി സുന്ദരമാണ്. ആരും ഈ ഭൂമിയിൽ അങ്ങനെ ജീവിച്ച് കൊതിതീർന്ന് കടന്നു പോകുന്നില്ല. ഈ മനോഹരമായ തീരത്ത് ഒരു ജന്മം കൂടി തരുമോ എന്ന ഗാനം പലപ്പോഴും ഹൃദയത്തിൽ കടന്നു വരാറുണ്ട്. ഇവിടെ സ്നേഹം വിതച്ചാൽ സ്നേഹം കൊയ്യാം, കരുണ വിതച്ചാൽ കരുണയും കൊയ്യാം, നന്മകൾ വിതച്ചാലോ നന്മകളും കൊയ്യാം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആർക്കാ ഇഷ്ടമല്ലാത്തത്, അല്ലേ? നമ്മുടെ കൺമുന്നിലിരിക്കുന്ന കൊച്ചു മനസ്സുകളിൽ നമുക്കൊന്ന് സ്നേഹം വിതച്ചാലോ? 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കാൻ നമുക്കായെങ്കിലോ? നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും നമ്മൾ നൽകുന്ന നന്മകൾ പരിമളം പരത്തട്ടെ. ഈ കൊച്ചു ഹൃദയങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എന്നും ജീവിക്കട്ടെ. My dear children, always bear it in your mind that your teacher holds your future smile on their palms.